നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LD തമിഴ് ആൻഡ് മലയാളം നോയിങ് 10th പ്രിലിംസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടി കേരള നവോത്ഥാനത്തിലെ PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്തൊക്കെ? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാ? കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂല. ഇദ്ദേഹം ജനിച്ചത് എന്നാണ്? 1853 ഓഗസ്റ്റ് മാസം 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. 1853 ഓഗസ്റ്റ് മാസം 25. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അയ്യപ്പൻ. അയ്യപ്പൻ എന്നതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. ബാല്യകാല നാമം എന്താണ് എന്ന് ചോദിച്ചാൽ കുഞ്ഞൻ പിള്ള. കുഞ്ഞൻ പിള്ള എന്നതാണ് ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിവേകാനന്ദനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാ? വിവേകാനന്ദൻ. എന്നാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്? 1892. 1892 വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ചട്ടമ്പി സ്വാമികളും മോക്ഷപ്രദീപം രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യാനും ഇരിക്കുന്നു. ഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓൾറെഡി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള 10th പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ കോഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ചാറ്റ് ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആണ് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ചെക്ക് ചെയ്യുക. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഇദ്ദേഹം സമാധിയായതെന്ന 1924 1924 ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. ചട്ടമ്പി സ്വാമികൾ ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നീ വിശേഷണങ്ങൾ ആർക്കുള്ളതാണ്? ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ് ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നിവ. നവമഞ്ജരി എന്ന കൃതി ആരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എഴുതിയത് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു എഴുതിയത്. ഇനി കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ അത് ഓഗസ്റ്റ് മാസം 25 ഓഗസ്റ്റ് 25. അടുത്ത ചോദ്യം നോക്കാം. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അപ്പൊ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ എന്തെല്ലാം? ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എറണാകുളമാണ്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ K അയ്യപ്പനാണ്. വർഷം 1917. റിപ്പീറ്റിംഗ് ചോദ്യം. 1917 സഹോദര സംഘം
സ്ഥാപിച്ചത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതാരാ? അതും സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് ഏത്? സഹോദരൻ. സഹോദരൻ എന്നത് സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ PSC ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിദ്യാപോഷിണി സഭ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ K അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ മിശ്ര ഭോജനത്തെ പറ്റിയല്ലേ ചോദിച്ചത്. ഇനിയും ഒരുപാട് ഭോജനങ്ങളുണ്ട്. നമുക്ക് ടോട്ടലി 4 ഭോജനങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് പന്തി ഭോജനം. പന്തി ഭോജനത്തിന് നേതൃത്വം നൽകിയത് തൈക്കാട് അയ്യാ ഗുരുവാണ്. തൈക്കാട് അയ്യ. സമപന്തി ഭോജനോ വൈകുണ്ഠ സ്വാമികളാണ് നേതൃത്വം നൽകിയത്. വൈകുണ്ഠ സ്വാമികൾ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം തൈക്കാട് അയ്യ. അടുത്ത ചോദ്യം നോക്കാം. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. അപ്പൊ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്നും PSC ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യം, അത് ശ്രീലങ്കയാണ്. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത് തന്നെയാണ്? ശ്രീലങ്കയാണ്. എത്ര തവണ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു? 2 തവണയാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. ഏതൊക്കെ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്? 1918-ലും 1926-ലും. 1918-ലും 1926-ലുമാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. ഇനി തപാൽ സ്റ്റാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ആരാ? ഓപ്ഷൻ A അൽഫോൺസാമ. അൽഫോൺസാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത എന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഇനി തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി ആര്? കുമാരനാശാൻ. കുമാരനാശാനാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി. രണ്ടാമത്തെ മലയാള കവി ആരാണെന്ന് ചോദിച്ചാൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. 2 പ്രാവശ്യം സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി ആര്? VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമ. മലയാള മനോരമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏത്? നമ്പൂതിരി സമുദായമാണ്. നമ്പൂതിരി സമുദായത്തിലാണ് VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയത്. VT ഭട്ടതിരിപ്പാട് വെള്ളിത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എന്നത് ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്ത്. ഈ നാടകം പുറത്തിറങ്ങിയ വർഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1929. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയത്. പാവപ്പെട്ട നമ്പൂതിരി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി യാചന യാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. വർഷം 1931. 1931 യാചന യാത്ര ആര് നടത്തിയത്? VT ഭട്ടതിരിപ്പാട് നടത്തിയത്. ഇനി ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണം നടത്തിയ കേരള സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ നായർ സമുദായമാണ്. നായർ സമുദായത്തിലാണ് ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണം നടത്തിയത്.
പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. അടുത്ത ചോദ്യം, ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന കലാപമാണ് ചാന്നാർ കലാപം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിയ വർഷം ഏതാ? 1859. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാറുമറയ്ക്കൽ സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് മാറുമറയ്ക്കൽ സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. ഇനി കുറിച്യർ ലഹളയെ പറ്റി എപ്പോഴും PSC ചോദിക്കും. വയനാട്ടിലെ ആദിവാസി വിഭാഗം ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ 1812 നടത്തിയ സമരമാണ് കുറിച്യർ ലഹള. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി. രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. വിദ്യുത് ശക്തി പ്രക്ഷോഭം നടന്ന വർഷം അല്ലെങ്കിൽ വൈദ്യുതി സമരം നടന്ന വർഷം ഏതാ? 1936 ആണ്. തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പൊ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം. കയ്യൂർ സമരം നടന്ന വർഷം ഏതാ? 1941. 1941 കയ്യൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമരം നടന്ന വർഷം ഏതാ? 1946. 1946 കരിവെള്ളൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമര നായിക ആരാണ്? K. ദേവയാനിയാണ്. K. ദേവയാനി. തോൽവിറക് സമരം നടന്ന വർഷം ഏതാണ്? 1946. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് ഏത് സമരം നടന്നത്? തോൽവിറക് സമരം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്യായനി അമ്മയാണ് തോൽവിറക് സമര നായിക എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് റിലേറ്റഡ് ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റിലേറ്റഡ് ഫാക്ട് എല്ലാം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക് ആയിട്ട് ഇങ്ങനെ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.